ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു JNJ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെഡ് വിത്ത് വൈറ്റ് കോമ്പിനേഷനാണ്. ഇതിൻ്റെ തന്നെ അവസാനം ഞാനൊരു 6 ഷെയ്ഡ്സോളം കാണിക്കാം. ഏതൊക്കെ കളേഴ്സാണ്. അപ്പം ഇത് ആദ്യം ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത് മാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാലയുടെ പിരി എങ്ങനെയാണ് കയറ്റുന്നതെന്നൊക്കെ കാണിച്ചു തരാം. ഞാൻ ആദ്യം ക്രിം ബീഡ് ഇട്ടു, പിന്നെ മാലയുടെ പിരിയും ക്രിം ബീഡും ഇട്ടു. അത് കഴിഞ്ഞ് വൈറ്റ് ബീഡ്സ് കോർക്കുകയാണ് ചെയ്യുന്നത്. മാലയുടെ ഏറ്റവും കഴുത്തിൻ്റെ ആ ഭാഗത്ത് അവസാനത്തെ പിരി പുറകിൽ വരുമ്പോൾ വൈറ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ റെഡും വൈറ്റ് ചങ്കിരി റൗണ്ട് വരുന്ന വൈറ്റ് അതും ഇതേപോലെ മിക്സ് ആക്കിയാണ് ഞാൻ കൊടുക്കുന്നത്. ഫുള്ളി ഇതേപോലെ കഴുത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഫുള്ള് വരുന്ന പോലെ ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് ഇതിന് വൈറ്റ് ബീഡ്സ് തന്നെ ഇട്ട് കൊടുക്കുക അവസാനം വരെയും. ഇതൊരു 10 പീസാണ് റെഡ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള അത്രയും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ 15 റെഡാണ് ഇട്ടത്, മാറിപ്പോയതാണ് 10 അല്ല. അത് കഴിഞ്ഞിട്ട് 15 വൈറ്റ് ബീഡ്സും ഒരു സൈഡിൽ, പിന്നെ ക്രിം ബീഡ് ഇട്ടു, ഗോൾഡനും അതേപോലെ സിൽവറും ഉണ്ട്. ഇതിൽ ഒരു സിൽവർ ഇട്ടേക്കുന്നത് ഉള്ളിൽ പിരിയുടെ ഉള്ളിൽ വരുമ്പോഴാണ്. അത് കഴിഞ്ഞ് ഇതേപോലെ ഇട്ടിട്ട് പെട്ടെന്ന് വലിക്കുക, എന്നിട്ട് ഈ ക്രിം ബീഡ് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ടെക്നിക്ക് മനസ്സിലായ ഈ ഒരു പിരി വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ലാഭവും. ഇത് കഴിഞ്ഞ് നമ്മളിത് ഫുള്ള് പുഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ എൻഡ് വരെ. അത് കഴിഞ്ഞ് ബാക്കി വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇടുകയാണെങ്കിൽ മാല ഫിനിഷിങ്ങോടുകൂടി കിട്ടാൻ വേണ്ടിയാണ്. ഒരു ബീഡിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ ഉരുക്കാം. അതെല്ലാം 3-4 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഇങ്ങനെയാണെങ്കിൽ ആ ഒരു ഫിനിഷിങ് പിരിയുടെ അടിഭാഗം വരുമ്പോൾ നല്ല വൃത്തിക്ക് ക്ലിയർ ആയിട്ട് നീളത്തിൽ നിൽക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞു പോവും. ഇതിൽ ഞാൻ ഗോൾഡൻ്റെ ചെറിയ ക്രിം ബീഡ് ഇട്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ടൈറ്റായിട്ട് പ്രസ് ചെയ്യാം, അതല്ല കുറച്ച് വിട്ടിട്ട്. ഞാൻ കുറച്ച് വിട്ടിട്ടാണ് പ്രസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ബീഡിൻ്റെ നമ്മുടെ പിരിയുടെ ഉള്ളിൽ ഒരു ക്രിം ബീഡ് ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രിം ബീഡ് ഒന്നിൻ്റെ ഉള്ളിൽ കൂടിയേ കയറിയിട്ടുള്ളൂ, മറ്റേതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടില്ല. ഇതേപോലെ എന്നിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് ഞാൻ പ്രസ് ചെയ്ത ക്രിം ബീഡിൻ്റെ അങ്ങോട്ട് ഒരു ബീഡ് തള്ളി വെച്ചിട്ട് പിരി നല്ല ടൈറ്റിലും ഇങ്ങോട്ടും നിന്ന് രണ്ടിൻ്റെ ഇടയിൽ വലിക്കുക. അപ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ അവിടെ ലൂസാക്കിയിട്ട് ക്രിം ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക. അത് കഴിഞ്ഞിട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. വലിയ പ്രയാസമോ ബുദ്ധിമുട്ടൊന്നും ഇല്ല. സിമ്പിളായിട്ട് മാലയൊക്കെ വേഗം ചെയ്ത് തീർക്കാൻ പറ്റും. ഇതേപോലെ ഫിനിഷിങ്ങോട് കൂടി കിട്ടാൻ വേണ്ടിയാണ് ഒരു ബീഡിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വയർ ബാക്കി ഇടുന്നത്. അപ്പം നീണ്ട് നിൽക്കും. മറ്റേത് ഒരെണ്ണത്തിൽ കൂടെ മാത്രമാകുമ്പോൾ ഒടിഞ്ഞിങ്ങനെ പോവും. അതാണ്. അപ്പം നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഹെയർ ബോ കംപ്ലീറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇതിന് ഹെയർ ബോയും ഈ ഒരു മോഡലിൽ ചെയ്യാമെന്ന് ഓർത്തു. ഇതേപോലെ റെഡ് കൊടുത്തിട്ട് എൻഡ് ഭാഗം വൈറ്റ് കൊടുക്കാമെന്ന്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ബ്രേസ്ലെറ്റും ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രേസ്ലെറ്റിന് ടങ്കീസാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതേപോലെ ഒരു കെട്ടിട്ടു. അത് കഴിഞ്ഞ് വലിച്ചിട്ട് പിന്നെ കെട്ടിടുന്നത് ഇതാ ഒന്നിട്ടു. അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പിന്നെ ഒരെണ്ണം ഇടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അത് വലിക്കുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ കൂടെ രണ്ടാമത്തെ പ്രാവശ്യം കയറി അത് കഴിഞ്ഞ് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് പിന്നെ വലിക്കുക, ടൈറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കയറ്റിയ ഭാഗമാണ് ഞാൻ തൊട്ടത്. അത് പിന്നെ ചെരിച്ച് വെച്ചിട്ട് ഇത് 2 പ്രാവശ്യം പിന്നെയും കയറ്റാണ്. ഇത് ഒരു പ്രാവശ്യം കയറി അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വീണ്ടും കയറ്റി അത് കഴിഞ്ഞാണ് വലിക്കുന്നത്. ഇതേപോലെ. അപ്പം നല്ല ടൈറ്റായിട്ട് ഇടുന്നുള്ളൂ. നമ്മൾ പിന്നെ എങ്ങനെ വലിച്ചാലും ഇത് പൊട്ടിപ്പോരത്തില്ല, സ്ട്രോങ് ആയിട്ട്. അപ്പോൾ ഇതേപോലെയാണ് ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കേണ്ടത്. അല്ലാതെ രീതിയിൽ ഉണ്ടാക്കിയാൽ വേഗം പൊട്ടിപ്പോവും. ഇത്രേ ഉള്ളൂ, നല്ല ടൈറ്റ്. ഇനി അതൊന്ന് ഉരുക്കി കൊടുത്താൽ മതി. കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഉരുക്കുകയോ ചെയ്താൽ നന്നായിട്ട് ഇരുന്നോളും. കയ്യിൽ ഉരുക്ക് വീഴാതെ നോക്കുക. ഉരുക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ചേർത്ത് അടുത്തെത്തുമ്പോഴേക്ക് ടച്ച് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ടങ്കീസ് പൊട്ടിപ്പോവും. പിന്നെ ആദ്യം മുതൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് തൊട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. തൊട്ട് കൊടുക്കുമ്പോൾ അവിടെ നിന്നോളും.
അപ്പോൾ നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ സെയിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനും, ഡിമാൻഡും കൂടും. ഇപ്പം നമ്മൾ എന്തെങ്കിലും മോശം അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാക്കി കഴിഞ്ഞാലാണ് നമുക്കത് റേറ്റ് കുറച്ച് കൊടുക്കേണ്ടി വരിക. അതല്ല എങ്കിൽ ഫിനിഷിംഗ് കൊണ്ട് എന്താണെങ്കിലും നമുക്ക് റേറ്റിൽ തന്നെ കൊടുക്കാൻ പറ്റും, നല്ല റേറ്റിൽ. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൻ്റെ നമ്മുടെ കയ്യിലുള്ള 6 കളേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ബ്ലൂ, പിങ്ക്, റെഡ്, അതേപോലെ ലൈറ്റ് പിങ്ക്, പിന്നെ വയലറ്റും പർപ്പിളും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു കളേഴ്സൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. മാല ഉണ്ടാക്കാൻ പറ്റിയ ബീഡ്സുകളാണ്. ഹെയർ ബോയ് എല്ലാം നിങ്ങൾക്ക് ഇതും കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ DM ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.